പക്ഷേ അങ്ങനെ എളിമയിൽ ജീവിച്ചൊരു സമൂഹം, സമാധാനത്തിന്റെ വക്താക്കളാകണം എന്ന് പറഞ്ഞൊരു സമൂഹം ലോകത്ത് ഏറ്റവും വലിയ സ്പർദ്ധയുടെയും ഏറ്റവും വലിയ അക്രമകാരികൾ എന്ന പേര് എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇസ്ലാം എന്ന പേരിൽ ഇന്ന് ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രവാചകൻ ചിന്തിച്ചതാണോ? ഹലക്കൽ മുത്തനത്തിയോടെ കാലഹ സലാസ, തീവ്രവാദം നശിക്കട്ടെ, തീവ്രവാദം നശിക്കട്ടെ, തീവ്രവാദം നശിക്കട്ടെ എന്ന് ഒരു ഘട്ടത്തിൽ പ്രവാചകൻ 3 തവണ ആവർത്തിച്ചു പറയുകയുണ്ടായി. തീവ്രത എന്ന് പറയുമ്പോൾ ആയുധമേന്തിക്കൊണ്ടുള്ള തീവ്രവാദത്തെ മാത്രമല്ല, ജീവിതത്തിലെ തീവ്രമായിട്ടുള്ള ഒന്നിനെയും പ്രവാചകൻ അംഗീകരിച്ചിട്ടില്ല. അത് പ്രാർത്ഥനയിലാണെങ്കിൽ പോലും, പ്രാർത്ഥനയിലെ തീവ്രതയെപ്പോലും. ഒരിക്കൽ ഒളിഞ്ഞു നിന്ന് പ്രവാചകൻ ചെയ്യുന്നതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിച്ചവർ എടുത്ത പ്രതിജ്ഞ, ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ നമസ്കാരം. മറ്റൊരാൾ പറഞ്ഞു, ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ നോയൻപ്. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ വിവാഹം ചെയ്യാതെ ബ്രഹ്മചര്യം ആചരിക്കാൻ ആഗ്രഹിക്കുന്നു. അവരോട് പ്രവാചകൻ പറഞ്ഞ മറുപടി തന്നെയാണ്, ഈ പ്രാർത്ഥനയിലായാലും വ്രതാനുഷ്ഠാനത്തിലായാലും ജീവിതത്തിലായാലും അവിടെയൊന്നും അതിരുകടന്ന ഒരു വഴി സ്വീകരിക്കുന്നത് ശരിയല്ല, മധ്യമാർഗമാണ് നല്ലത് എന്ന് പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഞാനിങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്, ഞാൻ മുഴുവൻ സമയവും നമസ്കരിക്കുന്നവനല്ല, ഞാൻ എപ്പോഴും വ്രതാനുഷ്ഠാനത്തിലല്ല, ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്, എനിക്ക് കുടുംബമുണ്ട്. ഇതല്ലാതെ ആരെങ്കിലും ഒരു മാർഗം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അവിടെ തീവ്രത എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലായിടത്തും സൂക്ഷിക്കേണ്ട കാര്യമാണ് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ശ്രീ വീരേന്ദ്രകുമാർ സൂചിപ്പിച്ചതുപോലെ ജൂതന്മാരോടെടുത്ത സമീപനമായാലും മദീന കരാർ എന്ന് പറയുന്നത് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളതാണ്. ഇവിടെ സങ്കുചിത താൽപര്യത്തോടുകൂടെ മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ട്, ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഹുക്കുമത്തെ ഇലാഹി എന്ന് പണ്ടൊരു കാലത്ത് സംസാരിച്ച് അങ്ങനെ ജനാധിപത്യത്തെ, മതേതരത്വത്തെ, ബഹുസ്വരതയെ ഒക്കെ തള്ളിപ്പറഞ്ഞവർ പതുക്കെ പതുക്കെ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ വരികയും അവസാനം എല്ലാ അധികാരത്തിന്റെ സോപാനങ്ങളിലേക്കും നടന്നു കയറാൻ ശ്രമിക്കുകയും അവസാനം ആരെങ്കിലും ചൊല്ലിക്കൊടുക്കുന്നതിനനുസരിച്ച് കടലാസ് പിടിച്ചുകൊണ്ട് ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലേക്കും എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പാത ശരിയായിരുന്നില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തുന്ന കാലം ഇതാ വന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ അവർ പിൻവലിക്കേണ്ടതായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഇങ്ങനെ പ്രവാചക ചിന്തകൾക്ക് വിരുദ്ധമായി കൊണ്ടുള്ള സ്പർദ്ധയുണ്ടാക്കാൻ സഹായിക്കുന്ന പുസ്തകങ്ങളും ലഘുലേഖകളടക്കം പിൻവലിക്കേണ്ട സമയം കൂടിയാണ്. കാരണം പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ള മാർഗം എന്താണ്? തന്റെ നേരെ വന്ന ദഅസൂർ, വാളുമായി വന്ന ദഅസൂറിനോട് മറ്റൊരു വാളുമായി യുദ്ധം ചെയ്യാനല്ല, ഈ വാളിനേക്കാൾ ഉയരത്തിൽ സർവശക്തനായ നാഥനുണ്ട് എന്ന് പറയാനുള്ള ആർജവമാണ് പ്രവാചകൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആയുധത്തെ നിഷ്പ്രഭമാക്കാൻ മൻ യംനക മിന്നി എന്ന് ചോദിച്ചുകൊണ്ട് എന്നിൽ നിന്ന് നിന്നെ ആര് തടയും എന്ന് ചോദിച്ച ദഅസൂറിനെ വിശ്വാസം കൊണ്ട് നേരിടാൻ സാധിച്ച പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നത് ആയുധത്തിന്റെ മുകളിൽ
വിശ്വാസത്തെ അർപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയം വരിക്കാൻ